ഭാരതീയ വേലൻ സൊസൈറ്റി സുവർണ ജൂബിലി സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് സംഘാടകർ പ്രസ് ക്ലബ്ബിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ മാസം 20 മുതൽ 22 വരെ കോട്ടയത്ത് 3 വേദികളിലായാണ് സമ്മേളനം. 3 മണിക്ക് സമ്മേളനത്തിന് തുടക്കം കുറിച്ച് സംസ്ഥാന പ്രസിഡന്റ് പതാക ഉയർത്തും. 4 മണിക്ക് വടവാതൂരിലെ ഹെഡ് ഓഫീസിന് സമീപത്തെ ജൂബിലി സ്മാരക മന്ദിരം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച നടക്കുന്ന വനിതാ സമ്മേളനം മാമൻ മാപ്പിള ഹാളിൽ മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. അനിത രാജു അധ്യക്ഷയാകും. ഫ്രാൻസിസ് ജോർജ് MP, CK ആശ MLA തുടങ്ങിയവർ സംസാരിക്കും. തുടർന്ന് 4000-ഓളം പേർ പങ്കെടുക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര നടക്കും. 4-ന് സുവർണ ജൂബിലി സമ്മേളനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് നെല്ലിക്കുന്നേൽ അധ്യക്ഷനാകും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മന്ത്രി K കൃഷ്ണൻകുട്ടി, ജോസ് K മാണി MP തുടങ്ങിയവർ സംസാരിക്കും. സമാപന ദിനമായ ഞായറാഴ്ച നടക്കുന്ന സുഹൃത്ത് സമ്മേളനം മോൻസ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് നടക്കുന്ന കലാസന്ധ്യയുടെ ഉദ്ഘാടനം ഡോക്ടർ RLV രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് നെല്ലിക്കുന്നേൽ, ജനറൽ സെക്രട്ടറി സുരേഷ് മയിലാട്ടുപാറ, വൈസ് പ്രസിഡന്റ് NS കുഞ്ഞുമോൻ, AV മനോജ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഈ 20-ാം തീയതിയാണ് ഞങ്ങളുടെ സമ്മേളനം തുടക്കം കുറിക്കുന്നത്. 20-ാം തീയതി 5 ജാഥകളാണ് എത്തുന്നത്. പതാക ജാഥ, കപ്പി കയർ ജാഥ, ദീപശിഖ പ്രയാണം, ഛായാചിത്ര ജാഥ. ഈ ജാഥകളെല്ലാം സംഗമിച്ചുകൊണ്ട് കുര്യൻ ഉടുപ്പ് റോഡിൽ സംഗമിച്ചുകൊണ്ട് 2 മണിക്ക് ഞങ്ങളുടെ സമ്മേളന നഗരിയായിട്ടുള്ള മാമൻ മാപ്പിള ഹാളിലേക്ക് ഈ ജാഥ എത്തുകയാണ്. 3 മണിക്ക് ഞങ്ങളുടെ 50-ാം വാർഷികം സുവർണ ജൂബിലി സമ്മേളനത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് നെല്ലിക്കുന്നേൽ അവിടെ പതാക ഉയർത്തും. 4 മണിക്ക് ഞങ്ങളുടെ സുവർണ ജൂബിലി സ്മാരക മന്ദിരം കോട്ടയം വടവാതൂരിലുള്ള ഞങ്ങളുടെ ഹെഡ് ഓഫീസിനോടടുത്ത് ചേർന്ന് സുവർണ ജൂബിലി സ്മാരക മന്ദിരം കേരളത്തിന്റെ ആദരണീയനായിട്ടുള്ള മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി കോട്ടയത്തിന്റെ MLA കൂടിയായിട്ടുള്ള ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർ ഉദ്ഘാടനം ചെയ്യുകയാണ്. 21-ാം തീയതി രാവിലെ 9 മണിക്ക് ഞങ്ങളുടെ ആചാര്യനായിട്ടുള്ള രാഘവൻ ശാസ്ത്രി നഗറിൽ മാമൻ മാപ്പിള ഹാളിൽ ഞങ്ങളുടെ സംസ്ഥാന മഹിളാ സമ്മേളനം നടക്കുകയാണ്. 1000-കണക്കിന് വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആ സംസ്ഥാന വനിതാ സമ്മേളനം രാവിലെ 9:30-ക്ക് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. കോട്ടയത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള MP ശ്രീ ഫ്രാൻസിസ് ജോർജ്, അതോടൊപ്പം തന്നെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KB ബിന്ദു, വൈക്കം MLA CK ആശ, വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ റോസക്കുട്ടി ടീച്ചർ, ഇത്തരം ആളുകളാണ് ഞങ്ങളുടെ ഈ വനിതാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അതോടൊപ്പം തന്നെ കോട്ടയം നഗരസഭയുടെ ചെയർപേഴ്സൺ ശ്രീമതി ബിൻസി സെബാസ്റ്റ്യൻ. 2 മണിക്ക് ഞങ്ങൾ സാംസ്കാരിക ഘോഷയാത്ര മാമൻ മാപ്പിള ഹാളിൽ നിന്നും ആരംഭിക്കുന്നതാണ്. ഈ സാംസ്കാരിക ഘോഷയാത്ര എന്ന് പറയുന്നത് ഫ്ലോട്ടുകള്, നാടൻ കലാരൂപങ്ങൾ, തനത കലാരൂപങ്ങൾ, വാദ്യമേളങ്ങൾ, മുത്തുക്കുടകൾ, 1000-കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏതാണ്ട് 4000-നും 5000-നും ഇടയ്ക്കുള്ള ആളുകൾ ഈ സാംസ്കാരിക ഘോഷയാത്രയിൽ പങ്കെടുക്കും എന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങൾ രാവിലെ 2 മണിക്ക് ആരംഭിച്ചുകൊണ്ട് കോട്ടയം ഗാന്ധി സ്ക്വയർ തിരുനക്കര മൈതാനം ചുറ്റി ശിമാട്ടി റൗണ്ടാന ശാസ്ത്രീയ റോഡിലൂടെ ലോഗോ സെന്റർ കളക്ട്രേറ്റിന്റെ വഴി വീണ്ടും തിരിച്ച് സമ്മേളന നഗരിയായിട്ടുള്ള മാമൻ മാപ്പിള ഹാളിൽ എത്തിച്ചേരും. 4 മണിക്ക് സുവർണ ജൂബിലി സമ്മേളനം ആരംഭിക്കുകയാണ്. 4 മണിക്ക് സുവർണ ജൂബിലി സമ്മേളനം ബഹുമാനപ്പെട്ട കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീ ജോർജ് കുര്യനാണ് ഞങ്ങളുടെ സുവർണ ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതില് മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവറുകളാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്മരണിക പ്രകാശനം ചെയ്യുന്നത് കേരളത്തിന്റെ വൈദ്യുത വകുപ്പ് മന്ത്രി ശ്രീ K കൃഷ്ണൻകുട്ടി അവറുകളാണ്. അതുപോലെ തന്നെ ആദരിക്കൽ ചടങ്ങ് ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ആണ് ആദരിക്കൽ ചടങ്ങ് നടത്തുന്നത്. 20-ാം തീയതിയിലെ ഞങ്ങളുടെ സമ്മേളനം, 21-ാം തീയതി സമ്മേളനം ഞങ്ങൾ
കഴിഞ്ഞ 22-ാം തീയതിയാണ് അടുത്ത സമ്മേളനം. 22-ാം തീയതി ഞങ്ങളുടെ സംസ്ഥാന സുഹൃത്ത് സമ്മേളനം, കേരളത്തിലെ പ്രമുഖ പട്ടികജാതി സംഘടനകളുടെ നേതാക്കളെല്ലാം പങ്കെടുക്കുന്ന ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഏറെ ബഹുമാനപ്പെട്ട കേരള നവോത്ഥാന സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കരകൗശല കോർപ്പറേഷന്റെ ചെയർമാനുമായിട്ടുള്ള പി രാമഭദ്രനാണ്.